അവരും എന്നോടുകൂടി ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ആഗ്രഹം! നമ്മുടെ കർത്താവ് താൻ തിരഞ്ഞെടുത്ത സ്നേഹിച്ച ശിഷ്യൻ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പരമമായിരിക്കുന്ന ആഗ്രഹം നാം അവരോടുകൂടി ആയിരിക്കണം, നാം അവന്റെ മഹത്വം ഉണ്ടാകണം. ഒരു പക്ഷേ നാം ചോദിച്ചേക്കാം, ഇത്രമാത്രം പ്രയോജനം ഉണ്ടായിരുന്ന ഈ ദൈവദാസനെ എന്താണ് കർത്താവ് ഈ നിലയിൽ മറ്റുള്ളവരൊക്കെ തനിക്ക് ആഗ്രഹിച്ചു വിളിച്ചത്? ഇതാണ് അതിന്റെ പരമരഹസ്യം. കർത്താവിന്റെ മഹത്വം കാണുവാൻ, കർത്താവിനോട് പ്രിയപ്പെട്ടവരിൽ നിന്ന് അനുഗ്രഹീതമായിരിക്കുന്ന സ്ഥാനത്തായിരിക്കാൻ ഭാഗ്യകരമായിരിക്കുന്ന മരണം തന്നെ ലഭിച്ചു. അത് ലാഭകരമായിരിക്കുന്ന ഒന്നാണ്. കർത്താവ് നിങ്ങളെ പ്രിയ സ്നേഹിതൻ പോയി, എൻ്റെ ഭാര്യ ഷിബിയുടെ അനുജത്തെയും കുടുംബവും ഞങ്ങളുടെ സഭയിലാണ്. അവരുടെയും ആഗ്രഹമായിരുന്നു. അവരെയും ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വാക്ക് കർത്താവിന്റെ മഹത്വം കൊടുക്കുകയും നിങ്ങളെ ദൈവം പ്രത്യേക വിശേഷാർത്ഥിയെ കൊച്ചനെ വിശേഷം അനുഗ്രഹിച്ച് സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസരം തന്ന പ്രിയപ്പെട്ടവരുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലൂടെ അടികളെ അത്യധികമായി സ്നേഹിക്കുന്ന അടികളെ പരമപിതാവേ, ഈ രാവിലെ സമയം അടികൾ കർത്താവിൽ അധികം സ്നേഹിക്കാൻ തീരുമാനിക്കുകയും അടികളെ പ്രിയ പിതാവിന്റെ വിയോഗത്തോടുള്ള ബന്ധത്തിൽ തന്നെ ശവസംസ്കാരമുള്ള ബന്ധത്തിൽ ഇങ്ങനെ കൂടുവാൻ അനുഗ്രഹിച്ചു. കർത്താവെ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടിയിരിക്കുന്നു. അധികം നല്ലത് എന്നതികൾ അവിടുത്തെ വായിക്കും. താൻ വിട്ടുപിരിഞ്ഞു, കളികളോടുണ്ടായിരുന്നു എന്ന കർത്താവിനോടുകൂടെ എന്നേക്കുമായിരിക്കത്തക്ക രീതിയിൽ അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിച്ചു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്നടികൾ വായിക്കുക. തന്നെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ കളികൾ കേൾക്കുകയായിരുന്നു. ദൈവത്തിനുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഉൾപ്പെട്ട ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചു, നിത്യജീവൻ പ്രാപിച്ചു കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടവനായി തീർന്നു. കർത്താവ് താൻ അടികളോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട മാതൃകളുടെ ഒരു ജീവിതം ജീവിച്ചു. ഇന്ന് ചെയ്ത് സേറിയൊരു നാട്ടിൽ, മരണമില്ലാത്ത നാട്ടിൽ, വേദനയില്ലാത്ത നാട്ടിൽ കർത്താവെ താൻ ആയിരിക്കും. അടികളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിനായി അടികളെ സ്തുതിക്കും. തന്റെ പുനരുദ്ധാനത്തിനായി അടികളെ സ്തുതിക്കും. മരണം നിമിത്തം മരണത്തിന്റെ ശക്തിയെ, മരണത്തിന്റെ വേദനയെ, അതിന്റെ എല്ലാ ശക്തിയെയും നശിപ്പിച്ച കടികൾ കർത്താവിന്റെ മരണത്തിനായി സ്തോത്രം, അവന്റെ പുനരുദ്ധാനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കണികളോട് വർണ്ണമായി കഥയാത്മാവിനെ പ്രാപിച്ച കണികൾക്കും കണികളുടെ പ്രിയചായൻ ഉയർപ്പിൻ നാളിൽ കർത്താവിന്റെ കാവൽ തുനിക്കുന്ന നാളിൽ ഉയർത്തെഴുന്നേൽപ്പാൻ ദൈവം അവകാശം നൽകിയിട്ടുണ്ട്. ജീവനുള്ള പ്രത്യാശം കണികളെ സ്തുതിക്കുന്നു. വലിയ ശുശ്രൂഷകൾ കണികൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബന്ധം മാത്രമാണ് കർത്താവ് എല്ലാ മാറുന്ന സമയത്ത് കണികളുടെ ജീവിതത്തിന്റെ ആധാരമായി ഉറപ്പായ അടികൾ നൽകുന്നതാണ്. പാറമേൽ അടിസ്ഥാനപ്പെട്ട വീട് പോലെ വരുന്ന ദിവസങ്ങളിൽ മരണത്തെ ഭയപ്പെടാത്തവരാണ് ലോകത്തിൽ ജീവിക്കാനുള്ള സാധിച്ചു. കൃതദാസനാത്മാവിനെ നിറകൊടുത്താണ് വരുന്ന കർത്താവിനുള്ള സംസ്കാര ശുശ്രൂഷ പണികളാണ്. എല്ലാം മഹത്വടികളായിരിക്കും. കർത്താവിന്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിനെ കുറിച്ച് കണികളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നാം ഇവിടെ കൂടി വന്നിരിക്കുകയാണല്ലോ. പ്രിയ ദൈവദാസന്റെ ഈ സംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനും ഇതിൽ സംബന്ധിക്കുവാനും അല്പമായിരിക്കുന്ന ആശ്വാസവാക്കുകൾ പറയുവാനും സാവകാശം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്തനംതിട്ട സുവിശേഷാലയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 25 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന
ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടുള്ള ബന്ധത്തിൽ ഈ പ്രിയ ദൈവദാസൻ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് പ്രിയ ഫിലിപ്പ് സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല. ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് പ്രത്യേകമായിരിക്കുന്ന സമ്മേളനം കൂടിയാലും അവിടെ ഏത് സമയത്തും കടന്നു വരികയും ആ സമ്മേളനത്തെ തന്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാന്യ അദ്ദേഹമാണ് ഞങ്ങളെ കൊണ്ട് കടന്നുപോയിരിക്കുന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തീരാനഷ്ടമാണ്. എങ്കിലും ദൈവയിഷ്ടമാണല്ലോ നടത്തേണ്ടുന്നത്. നാം കൂടി വന്ന സമയം മുതൽ ഈ സമയം വരെയും പരേതന്റെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന അവദാനങ്ങളെ കുറിച്ച് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഈ പ്രിയപ്പെട്ട ദൈവദാസനിൽ വളരെയധികം പരിശോഭിച്ചിരുന്നു. കൂട്ട സഹോദരങ്ങൾക്ക്, സ്ഥാനസഭയ്ക്ക്, അങ്ങനെ താനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും താനൊരു അനുഗ്രഹ കാരണമായി തീർന്നിട്ടുണ്ട്. ആ കാര്യങ്ങളാണല്ലോ പലരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ആ ഭവനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നു. ആ സന്ദർഭത്തിൽ വളരെ വേദനയോടുകൂടി കണ്ണുനീർ ഒലിപ്പിച്ച് ദുഃഖത്തിലാ നിൽക്കുന്ന സഹോദരിമാരെ കണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും കണ്ണുനീര് തൂവുന്ന ഒരു സന്ദർഭം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുകയും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം നാം അനേക പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ കടന്നു ചെന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ആ സഹോദരിയോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. കർത്താവോട് പറഞ്ഞത്, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു എന്നാണ്. ആ വേദഭാഗം പലപ്പോഴും നാം വായിച്ചിട്ടുണ്ട്. ഒരു 75% ആളുകളും മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുനരുത്ഥാനത്തിന്റെ മുൻപിലരിയിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതമുണ്ട്. അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും നിശ്ചയമായിട്ടും ഒരു പുനരുത്ഥാന ജീവനുണ്ട്. ആ നിലയിലാണ് പ്രധാനമായും നാം ആ വാക്യഭാഗം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്. അത് വളരെ ശരിയാണ്. എന്നാൽ അതിനേക്കാൾ വ്യക്തമായിരിക്കുന്ന മറ്റൊരാശയം ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ പൊൻപുലരിയിൽ ജീവിക്കും എന്നല്ല. പിന്നെയോ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആ സമയത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരം മരിക്കും, ആകത്തിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ അനുഗ്രഹീതമായിരിക്കുന്ന സത്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിക്കുന്ന ആ ഉത്തരക്ഷണത്തിൽ തന്നെ മനോഹരമായിരിക്കുന്ന ഒരു ജീവന്റെ ഉടമ ആയിത്തീരുകയാണ്. ഇത് വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഒരു വിലയേറിയ ആത്മീയ സത്യമാണ്. അങ്ങനെയുള്ള ഒരു ആത്മീയ സത്യത്തിന്റെ മുമ്പാകെയാണ് പ്രിയപ്പെട്ടവരെ നാം നിൽക്കുന്നത്.
അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർക്ക് നിശ്ചയമായിട്ടും താങ്ങാൻ സാധ്യമല്ലാത്ത ദുഃഖമുണ്ട്. വളരെ കടിച്ചമർത്തിയാണ് കണ്ണുനീര് അമർത്തി അവരിവിടെ ഇരിക്കുന്നു. കാരണം ഇതുപോലെയുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ചിന്ത അവരെ ഭരിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട ദൈവദാസനങ്ങൾക്ക് എന്നേക്കും മരിച്ചത് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. പിന്നെയോ മരിച്ച ദിവസം മുതൽ തന്നെ കർത്താവിന്റെ മഹത്വമുള്ള സന്നിധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇനിയും അനുഗ്രഹീതമായിരിക്കുന്ന ശരീരത്തോടുകൂടെയുള്ള പുനരുദ്ധാന ശരീരത്തോടുകൂടെയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെയുള്ള വേറൊരു ജീവിതം വരുവാനായിട്ട് പോകുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ ആ പുനരുദ്ധാനത്തിന്റെ മുൻപിലരിയിൽ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് നിലവിലുള്ള ആശയങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഈ മരണ സന്ദർഭം സാധാരണ നാം ചിന്തിക്കുന്നത് പോലെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മരണത്തിനപ്പുറമായി അതിമനോഹരമായിരിക്കുന്ന ചില ആശയങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ദുഃഖത്തെക്കാൾ അപ്പുറം അല്പമായിരിക്കുന്ന സന്തോഷവും. ആ നിലയിലാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരനോടുള്ള മരണത്തിൽ പ്രിയ സഹോദരിമാരോട് പറയുന്നത്, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുപോലെ തന്നെ വേറൊരു വേദഭാഗം കൂടി എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻ, അവരുടെ പ്രവർത്തനങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാകുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നാം വായിക്കുന്നത് അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കട്ടെ. നാം ഇതുവരെയും മാനുഷികമായിരിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെയും വാക്കുകൾ മാനുഷികമായിരിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഇതാ സ്വർഗത്തിൽ നിന്നൊരു വാക്ക്, വലിയവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നിത്യനായിരിക്കുന്ന ദൈവത്തിന്റെ വാക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം. മാനുഷികമായിരിക്കുന്ന ശബ്ദമല്ല. ആ മാനുഷികമായിരിക്കുന്ന ശബ്ദത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയില്ല. എന്നാൽ ആ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം. ആ ശബ്ദമാണ് പറയുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ ഭാഗ്യവാന്മാർ. ഈ പ്രിയപ്പെട്ട ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം നാം ഇതിനോടകം കേട്ടുകഴിഞ്ഞതാണല്ലോ, താൻ ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണ്. ദൈവഭക്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ ഭൂമിയിൽ മനോഹരമായിരിക്കുന്ന ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ദൈവദാസന് സാധിച്ചു. അങ്ങനെ ക്രിസ്തുവിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഭാഗ്യാവസ്ഥയെ കുറിച്ചൊക്കെ വിവരിക്കുന്നില്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. മരണം രണ്ട് രീതിയിലുണ്ട്. എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രണ്ട് രീതിയിലുള്ള മരണം. ഒന്നാമത്തെ മരണം പാപത്തിൽ മരിക്കുക എന്നുള്ളതാണ്. അതിൽ യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം ഉറപ്പായി തറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നു. ആ പാപങ്ങളിൽ ഉള്ള മരണം അത് ഭയാനകമാണ് കേട്ടോ. അതിന്റെ അനന്തരഫലങ്ങൾ അതുപോലെ അതൊന്നും ഞാനിവിടെ വിവരിക്കുവാനായിട്ട് സമയമെടുക്കുന്നില്ല. പാപങ്ങളിലുള്ള മരണം അത് ഭയാനകമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് പാപത്തിൽ മരിക്കേണ്ടതിന് ആവശ്യമില്ല കേട്ടോ. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചാൽ പാപത്തിൽ മരിക്കേണ്ടതിന് ആവശ്യമില്ല. അങ്ങനെ ഉള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് ക്രിസ്തുവിൽ മരിക്കുന്നവരാണ്. അവരെ കുറിച്ചാണ് സ്വർഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവര് ഭാഗ്യവാന്മാരാണ്. കേവലം OMSന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്കുകളാണ്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമാണ്, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ തന്നെ ഭാഗ്യവാന്മാർ.
ആ ഭാഗ്യ പട്ടികയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചായൻ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത് ആ ഭാഗത്ത് നാം വായിക്കുന്നത് അവരുടെ പരിശ്രമങ്ങളിൽ നിന്ന്, അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാണ്. ഒരു വിശ്രമം ആവശ്യമാണ്. നാം കേട്ടു കഴിഞ്ഞല്ലോ, വളരെ ബാല്യകാലം മുതൽ വളരെയധികം അധ്വാനിച്ച് ജീവിതത്തിലെ കൈപ്പുരസം ആവോളം മറ്റുവരെ ഊറ്റിക്കുടിച്ച ഒരു ദൈവദാസനാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, ആ ഭയങ്കരങ്ങളായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിന്റെ എല്ലാം ആ ദിവസങ്ങൾ ഇനി അങ്ങനെയുള്ള കഷ്ടതയുടേതായിരിക്കുന്ന ദിവസങ്ങൾ തനിക്ക് നേരിടേണ്ടി വരികയില്ല. പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ അതിന്റെ കാലം അവസാനിച്ചു. ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിശ്രമം ആവശ്യമാണ്. കർത്താവ് ആ വിശ്രമത്തിലേക്ക് തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അല്ലയോ വരിക, ഇങ്ങോട്ട് വരിക. ജീവിതത്തിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പിന്നീട് നാം വായിക്കുന്നത് അവിടെ വിശ്രമിക്കുകയാണ്. തന്റെ ദാസൻ പിന്നെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ഞാൻ ആ വാക്കുകളിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇത് സാധാരണ മാനുഷികമായിരിക്കുന്ന ഭാഷയിൽ നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവരെ തുടർന്നുകൊണ്ടിരിക്കും. ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവര്? മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. മരണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ? പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം ഒരു കാര്യം ഓർക്കണം. മരിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അലക്സാണ്ടറെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. തന്റെ വാളിന്റെ മൂർച്ച കൊണ്ട് ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച മഹാവീരനായിരിക്കുന്ന, ശൂരവീര പരാക്രമിയായിരിക്കുന്ന ആ അലക്സാണ്ടർ മരിച്ചപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതല്ല, പ്രിയപ്രിയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതല്ല. താൻ വെറുകൈയായിട്ട് പോവുകയല്ല. തന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്ത നല്ല പ്രവൃത്തികൾ, ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ ഒരു ദിവസം നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നാം എല്ലാവരും നിൽക്കേണ്ടതായിട്ട് വരുന്നു. വിശ്വാസികളായിരിക്കുന്ന എല്ലാ ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കണം. We all have to stand. നാം എല്ലാവരും നിൽക്കണം. ആ ദൈവത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസിനെ പോലും അവിടെ ഒന്നും ഒഴിച്ചു നിർത്തിയിട്ടില്ല. പൗലോസ് പോലും പറയുന്നത് we all, നമുക്കെല്ലാവരും, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നിട്ടോ നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്ത നല്ലതും തീയതുമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തക്കവണ്ണം പ്രാപിക്കുക. തക്കവണ്ണം പ്രാപിക്കുക. ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്ത സകല പ്രവർത്തനങ്ങൾക്കും നാം അല്പം മുമ്പ് കേട്ടതുപോലെ അമർത്തിക്കുരുക്കി പ്രതിഫലം നൽകുന്ന നല്ല നാഥൻ, ആ നല്ല കർത്താവ്, അവന്റെ മുമ്പാകെ നാം നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് നാം ദൈവവചനത്തിൽ വായിച്ചത്, അവരുടെ പ്രവർത്തനങ്ങൾ അവരെ പിന്തുടരും. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മെ പിന്തുടരും. എത്ര മനോഹരമായിരിക്കുന്ന മരണമാണ് ഒരു വിശ്വാസിയുടെ മരണം എന്ന് പറയുന്നത്. സാധാരണക്കാരായിരിക്കുന്ന, കേവലം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണവും നമ്മുടെ മരണവും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതാണ്. ഞാൻ എന്റെ വാക്കുകൾ വളരെ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യാശയുടേതായിരിക്കുന്ന വേറൊരു ഭാഗത്ത് നിന്ന് അല്പമായിരിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ മനോഹരമായിരിക്കുന്ന പ്രത്യാശയുടെ അധ്യായമാണല്ലോ അത്. അവിടെ
മരിച്ച വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട്. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല. തുടർന്ന് ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന മാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വരവിൽ രണ്ടു കൂട്ടം ആളുകളാണല്ലോ തന്നെ എതിരേൽക്കുന്നത്. ഒന്ന് ക്രിസ്തുവിൽ മരിച്ച ആളുകൾ. അതല്പം മുമ്പ് നമ്മൾ കേട്ടു. ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും കർത്താവ് ഗംഭീരനാദത്തോടുകൂടി പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടി ദൈവത്തിന്റെ കാഹളത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച അവരായിരിക്കും ആദ്യം ഉയർത്തുന്നത്. മുൻഗണന അവർക്കാണ്. അവരും ആ ശരീരത്തിന്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് തന്നെയാണ്. ഒരേ സവിശേഷ ഗുണങ്ങളാണ് രണ്ടു കൂട്ടം ശരീരത്തിനുള്ളത്. പക്ഷേ ജീവനോടെ ശേഷിക്കുന്ന ആളുകൾ രൂപാന്തരപ്പെട്ട് ഇതാ മേഘങ്ങളിൽ എടുക്കണം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ക്രിസ്തുവിൽ മരിച്ച പ്രധാന്മാരും അതുവരെ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടുള്ള ആളുകൾ ഇരുകൂട്ടരും ഇതാ കർത്താവിന്റെ സന്നിധാനത്തിൽ എടുക്കപ്പെടുക. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. എത്ര മനോഹരമായിരിക്കുന്ന ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. അവിടെ നാം വായിക്കുന്നത് മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കുവാനായിട്ടുണ്ട്, അവർക്ക് പാടുവാനായിട്ട് പാട്ടുണ്ട്. അവർ പാടുന്ന പാട്ടാണ്, അല്ലയോ മരണമേ നിന്റെ ജയം എവിടെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഓ ഗ്രേറ്റ് വേർ ഈസ് തൈ വിക്ടറി. അത് മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ആ മരിച്ച ആളുകൾ അവരുടെ ശവശരീരങ്ങൾ അവിടെയായി അടക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് പുനരുദ്ധാനത്തിന്റെ മുൻപിൽ വരുമ്പോൾ അവരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. ആ തുറക്കപ്പെട്ട കല്ലറയിൽ നിന്ന് അവരിതാ മനോഹരമായിരിക്കുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി കർത്തൃ സന്നിധിയിലേക്ക് പറന്നുയരുകയാണ്. അങ്ങനെ പറന്നുയരുമ്പോൾ അവർ കിടക്കുന്ന കല്ലറകളെ നോക്കി അവർ വിളിക്കുന്ന ജയഗീതമാണ്, അല്ലയോ മരണമേ, അല്ലെങ്കിൽ അല്ലയോ ശവക്കല്ലറകളെ നിങ്ങളുടെ ജയം എവിടെയാണ്? നിങ്ങളുടെ ജയം ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതുവരെ നിങ്ങളല്ലേ വിജയിക്കുന്നത്, ഇനിയും ഞങ്ങളുടെ ചാൻസാണ്, ഞങ്ങളാണ് ഇനി വിജയിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവർ അവരുടെ വിജയഗാനം വളരെ പ്രത്യേകമായിരിക്കുന്ന നിലയിലുള്ളതാണ്. രണ്ടും ഒന്നല്ല കേട്ടോ. അടുത്തതാണ് വായിക്കുന്നത്, മരണമേ നിന്റെ വിഷമുള്ളവിടെ. അത് ജീവനോടെ ശേഷിക്കുന്ന ആളുകൾ പാടുന്ന പാട്ടാണ്. അവർ പാടുന്നത് അല്ലയോ മരണമേ. മരണം നമ്മൾ കേട്ടല്ലോ, കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഈ മരണത്തെ കുറിച്ച്. ഈ സഖിങ് ഓഫ് ടെറർ, ഒരു ഭീകര രാജാവാണ്. ആ ഭീകര രാജാവിന്റെ പിടിയിൽ അമരാതെ ആർക്കൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള മരണത്തെ നോക്കി, മരണത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട്, മരണത്തെ പരിഹസിച്ചുകൊണ്ട് രൂപാന്തര ശരീരികളായി സ്വർഗത്തിലേക്ക് ഉയർന്ന ആളുകൾക്ക് ഒരു പാട്ട് പാടുവാൻ സാധിക്കും. അല്ലയോ മരണമേ നിന്റെ വിഷമുള്ള എവിടെ പോയി? നീ ഒരു വലിയ ഭീകര രാജാവായി വാഴുകയായിരുന്നല്ലോ, നിനക്ക് ഞങ്ങളോടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നോക്കുക, കർത്താവിന്റെ വരവിൽ രണ്ടു കൂട്ടമാണ്. ക്രിസ്തുവിൽ മരിച്ച ആളുകൾ അവർക്കൊരു ജയഗാനമുണ്ട്, ഒരു വിജയ രീതിയുണ്ട്. അല്ലയോ ശവക്കല്ലറകളിൽ നിങ്ങളുടെ വിജയം ഇവിടെയാണ്. വേർപാട് ദുഃഖത്തിൽ എന്താ പറഞ്ഞാലും അതിലില്ല. ഇവിടെ വന്നതിന് ശേഷം പല അനുസ്മരണങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരു ഡിഗ്രി കൂടി എനിക്ക് പറയാനേ ഉള്ളൂ, അതുകൊണ്ടൊന്നും എനിക്ക് പറയാനില്ല. പ്രത്യേകിച്ച് പ്രിയ അനുസ്മരണി പറഞ്ഞതായ സഹോദരന്മാരായിട്ട് അടുത്ത് പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനെ നമുക്ക് ഇതിനകത്ത് ഒന്നും ഞാൻ നോക്കാം.
സമയം നോക്കത്തില്ല, പണം നോക്കത്തില്ല, ഒന്നും ഞാൻ നോക്കത്തില്ല. 2011 നവംബർ മാസം മുതല് പിതാവിന് കിട്ടിയതായ അസുഖം എന്ന് പറയുന്നത് സാധാരണ 12,000 ആൾക്കാരുടെ ഇടയിൽ വരുന്ന ഒരു അസുഖമാണ് വെരി ആംബുലറി കാർസിനോമ എന്ന് പറയുന്നത്. ഇതിന്റെ പിതാവിന് വരുന്ന ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മള് പറഞ്ഞതിലപ്പുറമായിട്ട് നമ്മളെ അവിടെ നടന്നൊരു കർത്താവ് ഉണ്ടെന്നാലും കർത്താവിൻ്റെതായ ഇച്ഛ എന്താണ് നമുക്ക് അതിനെ ആദ്യം ചോദിക്കാനുള്ള ഭാഷയില്ല. ഞാൻ എന്റെ പിതാവിനെ കൊണ്ട സമയം ഞാൻ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ബോംബെയിലാണ്. ബോംബെയിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബ്രേക്സ്ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാരണം എന്റെ മൂത്തുപാപ്പനാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഏകദേശം 1987 മുതലാണ് ഡോക്ടർ ഫിലിപ്പാണ് എന്റെ പരിചയം. ആ പരിചയപ്പെടുന്ന ആരെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലെ പ്രിയപ്രാർത്ഥനതായ മുഴുവൻ ബാബുചന്ദ് മുഖാന്തരമാണ്. ആ ബന്ധം ഇന്ന് ഞങ്ങൾ തമ്മിൽ കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തമ്പി, ഇത് പഠിച്ച് ഒരുപാട് അസുഖം വന്നിരിക്കുന്നത്, നീ അത് വിഷമിക്കരുത്, നമുക്ക് എത്ര ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, അത്രയും ക്ഷമിക്കണം എന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാം. പിന്നെ ദൈവത്തമ്മനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ഇവിടെ പറഞ്ഞതായ ഏക ഉള്ളത്. പക്ഷേ സാധാരണ ഈ അസുഖം ആൾക്കാര് ഹാർഡ്ലി 8 months or 10 months കൂടി ജീവിക്കാറില്ല. എന്റെ പിതാവ് 2011 മുതല് ഈ 2014 മാർച്ച് മാസം വരെ നിങ്ങൾ എണ്ണിക്കൊടുത്ത ദിവസം ജീവിക്കുന്ന കാര്യം. അതുവരെ എന്റെ പിതാവിന് വേണ്ടതായുള്ള വൈദ്യ സുരക്ഷ അവർ കൊടുത്തു. അവരുടെ പണമല്ല ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾ 4 പേര് നോക്കി പണമല്ല. ഞാൻ എന്റെ പിതാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വേറെ പറ്റത്തില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ 10 കൽപ്പന വായിക്കും. നന്നുണ്ടാകാനും റീസർച്ച് ചെയ്യാനും നിരാകുലമേ ബഹുമാനിക്കാനുള്ള കാര്യം. ബഹുമാനിക്കുന്നതിനകത്തുള്ളതിനകത്ത് ഒരു വാക്കുമല്ല. ഇന്നിച്ച് സല്യൂട്ട് ചെയ്യുന്ന മാതിരി ഇന്നിച്ചിരിക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത് നമുക്കൊരു ഘടകമുണ്ട്. അത് അവരെ നമ്മൾ മാനിക്കണം, സ്നേഹിക്കണം, അവരുടേതായ ബലഹീനത നമ്മൾ കാക്കണം. ബലഹീനത വരുമ്പോൾ ശരീരമായിട്ട് ബലഹീന, അതുപോലെ മാനസികമായിട്ട് ബലഹീന. അവിടെ പണം നോക്കാൻ പാടില്ല, ഒന്നും നോക്കാൻ പാടില്ല. നമ്മൾ പറയുന്നതല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കണം. അതെന്നോട് പറഞ്ഞത് കൂടുതലായിട്ടും എന്റെ പിതാവ് എന്റെ വെല്ലുവിളിച്ചായിരുന്നു. നിങ്ങൾ കേട്ടതുപോലെ എന്റെ വെല്ലുവിളിച്ച് പ്രസവിച്ചതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ അപ്പനെ ദൈവമേൽപ്പിക്കുന്നത് എന്നതാണ്. ആ സമയത്ത് എന്റെ പിതാവിൻ്റെതായ വരുമാനത്തിന്റെ 10% എന്റെ അപ്പൻ പറഞ്ഞു, എന്റെ പിതാവ് പറയും. പക്ഷെങ്കിൽ 20 അന്നോ 30 അന്നോ 40 എന്നുള്ള കാര്യം അതെനിക്കറിയത്തില്ല. എന്റെ പിതാവിന്റെ അറിയുന്നു, കർത്താവ് അറിയുന്നുണ്ട്. ആ സമയത്ത് ഇവിടുന്ന് അനേക സ്ഥലത്തേക്ക് സുവിശേഷ യാത്ര പോകും. മുക്കിൽ സംസാരിക്കാനുള്ളതായ കഴിവ് പിതാവില്ലെന്ന് പറഞ്ഞാലും സംസാരിപ്പിക്കും. അതിന് കുറേയുള്ളതായ എല്ലാ ഫൈനാൻഷ്യൽ സപ്പോർട്ടും എന്റെ പിതാവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഏകമായിട്ട് ദൃക്സാക്ഷിയാണ് ഫിലിപ്പ് സാർ. എന്റെ ഫിലിപ്പ് സാർ എന്റെ ഗുരുവും എന്റെ പിതാവിന്റെ ആത്മമിത്രമായിരുന്നു. സാർ ഞങ്ങൾ കൂടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതിന് കൂടുതൽ സഹോദരൻ എന്റെ പിതാവിനുണ്ട്. ഫിലിപ്പ് സാർ, പി എ കോശി, പി എം എബ്രഹാം, അങ്ങനെ പല ആൾക്കാരും എന്റെ പിതാവിനോട് പോയി സുവിശേഷ പ്രത്യേകിച്ച് വളരെ പ്രധാന സംസ്ഥാനം ഞങ്ങൾക്ക് വാഹനം തരുന്നത്. അങ്ങനെ എല്ലാവരും ഇത്രയും വയ്യായിരുന്ന സമയത്തും വരുന്ന ഏത് സഹോദരന്മാർ വന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്റെ പേരെ കണ്ണു കാണിക്കും. കൊടുത്തോടാ. അത് ഒരിക്കലും വരെ എന്റെ പിതാവ് അത് ചെയ്തുകൊണ്ടിരുന്നു. അതിനുള്ള ശക്തി നമുക്കില്ല. നിങ്ങൾ കേട്ടത് നിങ്ങൾ ദേശവാസികൾ പലരും പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവ് ദേഷ്യപ്പെട്ടാൽ നല്ല അടിയടിക്കും. തുറന്നു പറയും. ഒരു കാര്യത്തിനും പുള്ളിക്കാരൻ തുറന്നു പറയാതിരിക്കത്തില്ല. അത് ഭയങ്കര ധൈര്യമുള്ളതായിരുന്നു. അവിടെ ചില ആൾക്കാർ എന്റെ പിതാവിന് ഇഷ്ടമല്ല. എന്നാൽ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. അത്ര മാതിരിയാണ് ദേശത്ത് ഭാഗത്ത് വിശ്വസിച്ചാൽ പിതാവാണ് ഞങ്ങൾക്കുള്ളത്. എന്റെ മകൻ പറഞ്ഞ മാതിരി വളരെ മാതൃകയായിട്ടാണ് നടത്തിയിരുന്നത്. എന്റെ പിതാവിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ 4 പേരുണ്ട്. അതുപോലെ തന്നെയല്ല, ഞങ്ങൾ 4 ആൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്. 4 ആൺമക്കളും എല്ലാ രീതിയിലും ഞങ്ങൾ മുമ്പിൽ ഒന്നിൽ നിന്നും നീക്കിയായിരുന്നു.
പ്രത്യേകിച്ച് എന്റേതായ പുറപ്പെറപ്പുകളെല്ലാം അവര് എന്റെ അനിയൻ അമേരിക്കയിലുണ്ട്, എന്റേതായ മൂത്തമണ അമേരിക്കയില്, എന്റെ ഇളയപെണ്ണ അമേരിക്കയിലാണ്. എല്ലാവരും ആറാമതി വന്ന് അതുപോലെ അവരുടെ ഭർത്താക്കന്മാരും അവരാറാമതി വന്ന് എന്റെ പിതാവിനെ ഓരോ സന്ദർഭത്തിൽ ശിക്ഷിക്കാനുള്ളതായ സാഹചര്യം അവർക്ക് കിട്ടി. അതിനുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നു. ഇതിന്റെ പുറകിലായിട്ട് ഞാൻ പ്രത്യേകിച്ച് എന്റെ വൈഫ് മസ്കറ്റിലാണ്, ഇവിടെ അറിയാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടുന്ന് ചാക്കോസാറ് എന്റേതായ പ്രത്യേകിച്ച് ഞാൻ കോവിഡിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് 35,000 സ്റ്റാഫിന്റെ ജനറൽ മാനേജരായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് ചീഫ് ജനറൽ മാനേജർക്കാണ് സാർ റിട്ടയറാണ്. എനിക്ക് പാസ്പോർട്ടിൻ്റെതായ കാര്യങ്ങൾ എനിക്ക് സാറാണ്. എന്റെ വൈഫ് മസ്കിലായപ്പോൾ അച്ഛാ വല്ലപ്പോഴും വാന്ന് പറഞ്ഞ് ഞാൻ ആ പാസ്പോർട്ട് പോകും. ആ സമയത്ത് പാസ്പോർട്ടിൽ അപ്പം സാറിന് ഗവൺമെന്റ് 8 ഡേയ്സ് ഗസ്റ്റ് ഓഫീസറാണ്. സാറിന് ലെറ്റർ മാത്രമേ ആ പാസ്പോർട്ട് കിട്ടൂ. 3 days തന്നെ പാസ്പോർട്ട് ചെയ്ത് സാറിന് ശരിയാക്കി തന്നു. ഞാനിത് പോയി അങ്ങനെ പല പ്രാവശ്യം ഞാൻ പോയി ഇവിടെ വരുമ്പോൾ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ വളരെ കേൾപ്പിയ സാറാണ് ശാഖ സാർ. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ കാണുന്ന സ്ഥലമല്ല, വർഷങ്ങളായിട്ടുള്ള കൂടാണ്. ഞാൻ പല പ്രാവശ്യവും പോയി വരുമ്പോൾ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പോകും. പ്രത്യേകിച്ച് എന്റെ പിതാവിൻ്റെതായ അസുഖത്തിന് ശേഷം ഞാൻ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ എന്റെ പിതാവിന് അസുഖമാണ്. ഞങ്ങള് ആ പാടെ ഞങ്ങൾ 1983 ഞാൻ കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ അതിൽ ജീവിച്ചിട്ടില്ല കുടുംബമായിട്ട്. എനിക്കൊരു മകനേ ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾക്ക് വിഷയമല്ല. അവിടെ അതിനകത്തുള്ളതായ ദുഃഖവുമില്ല, പ്രയാസമില്ല. ഏത് സമയത്തും ഞാൻ എന്റെ പിതാവ് ശുശ്രൂഷിക്കാൻ വരുമ്പോൾ എന്നെ ആദ്യം പറഞ്ഞിരുന്നത് എന്റെ ഭാര്യയാണ്. അവളാണ് ഗേറ്റ് കൂടുതൽ പറയുന്നത്, ഞാൻ പോയിട്ട് വാ, അപ്പച്ചൻ വയ്യായിരിക്കുക, അപ്പച്ചനെ പോയി നോക്ക്. ഞാനിത് പൈസ നോക്കത്തില്ല. ഞാൻ നിങ്ങൾ പറയാം ഗവൺമെന്റ് പല ആൾക്കാരുണ്ട്, അവിടെ ഉള്ളതാണ് സർവീസ് ഒക്കെ. എന്റെ സർവീസിനകത്ത് കിട്ടിയിരിക്കുന്നത് ഒടുക്ക സ്റ്റോക്ക് കമ്മീഷൻ ഇരിക്കുന്ന വരകളാണ്. എനിക്കത് വിഷയമില്ല. എനിക്കറിയാം എന്റെ പിതാവിനെ മാതാവിനെ നോക്കേണ്ട കാരണമേ അത് ഞാൻ എന്റെ തത്വോളം നോക്കും. അത് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് പണം നോക്കത്തില്ല, പൈസ സമയം നോക്കത്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് സഭയിലുള്ളതായ എല്ലാ സദസ്യന്മാരോടും എന്റെ താല്പര്യം അവരെ എല്ലാ കാര്യം ഞങ്ങളുടെ വീട്ടുകാരോടും ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ ആശ്വാസങ്ങളും തന്നു. എന്റെ പിതാവിനെ ശുശ്രൂഷിക്കുകയോ കാണുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ എന്റേതായ സദസ്യന്മാരോടും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളതായ ഹൃദയമായ നന്ദിയുണ്ട്. കൂടാതെ ഞങ്ങൾ ഏത് സമയത്തും ഞങ്ങൾ എപ്പോഴും വരുന്ന അറിയുന്നില്ല, ഏത് സമയത്തും ഞങ്ങൾക്ക് വേണ്ടി മുൻനിർത്തുന്നതായ ഞങ്ങളുടെ സദസ്യമായ ഞങ്ങളുടെ സഭയിലുള്ളത് അവരെല്ലാവരും ഞങ്ങളുടേതായ കുടുംബത്തിന് ഹൃദയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ശിശു നയിച്ചതായ എന്റേതായ അംഗങ്ങളാണ് KM ജോർജ്. വലിയ പിതാവിനുള്ളതായ കുടുംബമുണ്ട്. അതിന്റെ ഇളയ അംഗങ്ങളാണ് മാരുടെ ഭർത്താവാണ്. അവരോട് ഞങ്ങൾ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അതിനുശേഷം ഡോക്ടർ സാറാണ് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. സാറിൻ്റെതായ ജ്യേഷ്ഠമകളെ ഞങ്ങളുടെ സഭയിലെ ഒരു അംഗമാണ്. സാറ് ഞങ്ങൾക്ക് വേണ്ടി വന്നതായ ശാസ്ത്രവാക്കുകളും ഹിസ്റ്ററിയുടെയും അതിനുള്ളതായ എല്ലാ പ്രചോദനത്തിലേക്കായിട്ടും എല്ലാതാണ് ഞങ്ങൾ ഹൃദയമായിട്ടുള്ളതായ നന്ദി സാറിനോടും കുടുംബത്തോടും ഞങ്ങളുടെ ഹൃദയവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഗാനശിക്ഷ ചെയ്തതായ മകന് എന്റേതായ മകളാണെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതായ എന്റെ സഹോദരനായിരുന്നു കോട്ടയം. അവളുടെ മകളാണ്. കുടുംബത്തോടും എന്റേതായ കുടുംബത്തെ എന്റേതായ എന്റേതായ കുടുംബത്തിന്റെയും എന്റേതായ സഹോദരന്മാരുടെയും എല്ലാ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ജോസ്ലി എന്റേതായ വൈകിട്ട് ഇളയ മാവിടം ആന്റിയുടെ മകനാണ്. ഞാൻ അവനിങ്ങോട്ടും പറഞ്ഞു, ഞാൻ വന്ന് പാടിത്തരാം, ചെറുതൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം നീ വാ, അങ്ങനെയാണ് ഞാൻ അവനോട് പറഞ്ഞത്. അല്ല എനിക്ക് ആരുടെ ഒരു പ്രയാസമൊന്നുമില്ല. അവനത് കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് നിർവർത്തിച്ചു. അതിന്റെ സമയങ്ങളെല്ലാം കൊണ്ടു തന്നു. അതെല്ലാം മനസ്സിനെ അവന്റെ എല്ലാ മനസ്സിനെ ഞങ്ങൾ ആദരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സഹോദരത ഞങ്ങൾ പിന്നെ അനുസ്മരണം പറഞ്ഞ എല്ലാ സദസ്യന്മാരും ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനില്ല. എല്ലാം എന്റെ പിതാവിനോടുള്ളതായ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽവാസി അതിഥി പറഞ്ഞു കേട്ടോ. വ്യക്തിയുടെ പിതാവും എന്റെ പിതാവും വളരെ
അയൽവാസികളോടും ദേശവാസികളോടും എല്ലാ ആൾക്കാരോടും ഞങ്ങളുടെയും എൻ്റെ കുടുംബത്തിന്റെയും എന്റെ സഹോദരന്മാരുടെയും എല്ലാത്തിന്റെയും ഹൃദയമായ നന്ദി ഞങ്ങൾ പ്രത്യേകിച്ച് എന്റെ ബന്ധുമിത്രാദികളുണ്ട്. ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ ക്ഷേമം സ്വീകരിക്കാതെ എല്ലാം അറിഞ്ഞിട്ട് വന്ന് ഞങ്ങളുടേതായ ഈ ശുശ്രൂഷയിലും ഞങ്ങളുടേതായ എല്ലാ ദുഃഖത്തിലും അവർ വന്ന് ഞങ്ങൾക്കോട് കൂടിയിരുന്ന് അതിനുള്ള എല്ലാം പങ്കുവച്ചായ എല്ലാ ബന്ധുമിത്രാദികളോടും ദേശവാസികളോടും ഞങ്ങൾക്ക് ഹൃദയമായ എന്റെ കുടുംബത്തിന്റെയും ഹൃദയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്റേതായ പിതാവിന്റെ ഒരു സഹോദരനായ തുറന്നപ്പെട്ടതായ ഭവനത്തിലെ അവരുടെ പ്രിയ മാതാവിൻ്റെതായ ശുശ്രൂഷയോടനുബന്ധിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ കണ്ടു. അതുപോലെ ഞാൻ അവർ ശുശ്രൂഷയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം വളരെ ഹൃദയമായി ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ് കണ്ടു. അപ്പൊ ഇവിടെ മാതാവ് ലോകത്ത് കടന്നു പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, സഹോദരി ഞാൻ വീട്ടിൽ സന്തോഷമായിരുന്നു. എന്റേതായ പ്രയാസങ്ങൾ തന്നെ ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ പിതാവിനെയും ശുശ്രൂഷിക്കുന്നതായ സഹോദരിയോടും അവരുടെ കുടുംബത്തിനോടും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയും സ്നേഹവും യഥാപിച്ചാൽ ഞങ്ങൾക്ക് മതി വരുന്നത്. അതിനുശേഷം പ്രത്യേകിച്ച് ഞാൻ കാര്യം പറയാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു കുടുംബത്തിന് വലിയ സഹോദരിയായിരുന്നു. അവളുടെ പേര് നാരായണിയെന്നാണ്. അവളെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അവൾ കണ്ണിന് പ്രയാസമുണ്ട്, അവൾക്ക് ചെയ്യാൻ പറ്റില്ല. അവൾ തിരിച്ചുകൊണ്ട് ശിക്ഷിക്കാവുന്ന പോയി നമ്മൾ കണ്ണിൻ്റെതായ പ്രയാസത്താൽ അവളെ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ആ കുടുംബത്തോടും ഞങ്ങൾ ഹൃദയമായ നന്ദി. അവൾ പോയതിനു ശേഷം ഞാൻ നാളിൽ നിന്നുള്ള ദുഃഖം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പ്രിയ സഹോദരി പറഞ്ഞു, അച്ചായ പ്രയാസങ്ങളുണ്ട്, ഞാൻ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെൺകുട്ടി എന്റെ പിതാവിൻ്റെതായ പെരുന്നപ്പനെയും അവൾ കാത്തു. അവിടെ എത്ര സുഹൃത്തുക്കൾ വലിയ വ്യത്യസ്തമാണ്. ഇവൻ ഞങ്ങൾ നോക്കുന്നതിലും അത്യാധികം കാര്യമായിട്ട് ആദ്യമായിട്ട് എന്റെ പിതാവിനെ അവൾ ശുശ്രൂഷിച്ചു. മരണം വരെ ആ പെൺകുട്ടിയോടും ആ സഹോദരിയോടും ആ കുടുംബത്തിനോടും ഞങ്ങൾക്ക് അധികമായിട്ട് നന്ദിയും അധികമായിട്ടുള്ളതായ എല്ലാ സ്നേഹവും ഞാൻ അറിയിച്ചു. ടൈം കിട്ടുന്നില്ല. എനിക്കറിയാവുന്ന എന്റെ കൂട്ട് സഹപ്രവർത്തകർ ഇന്ന് റിട്ടയറായി. എന്നാലും റിട്ടയർ ആകാത്ത പല ആൾക്കാരും അവരോട് വിളിച്ചു പറഞ്ഞു സ്പീഡില്ല. പ്രത്യേകിച്ച് ഈ BSNതായ ബ്രോഡ്ബാൻഡ് എടുത്തിരിക്കുന്നത് അതിന് സ്പീഡില്ല. അതനുസരിച്ച് ഇന്നലെ ഞാൻ രാത്രി തക്കതായിട്ടുള്ളതായ ആളുകൾ വിളിച്ചു വന്നപ്പോൾ സബ്ഡിവിഷനെ വിളിച്ചപ്പോൾ അതേ തക്ക സമയത്ത് അതെല്ലാം നിവർത്തിച്ച് ഞങ്ങൾ തന്നു. പ്രത്യേകിച്ച് BSNനുള്ള എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾ എല്ലാ അതായ സീനിയറും ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരായിരിക്കും. ഞാൻ വേറെ കാര്യം ചിന്തിച്ചത്, ഞങ്ങൾ ക്ഷണിച്ചതല്ല, എന്നാലും ഞങ്ങളുടേതായ ദുഃഖത്തിൽ വന്ന് ഞങ്ങളോട് ആശ്വാസം പറഞ്ഞതായ പ്രിയ സ്ഥലത്തെ MP ആയ ശിവദാസൻ നായർ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് മെമ്പറോടും അവരുടെ കുടുംബത്തോടും അവരുടെ സഹപ്രവർത്തകരോടും എല്ലാവരോടും ഞങ്ങൾക്കുള്ളതായ ഹൃദയമായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. പിരിഞ്ഞു പോയ പ്രിയരെ കണ്ടു, പിരിഞ്ഞു പോയ പ്രിയരെ കണ്ടു, പരമനാട്ടിൽ പുതുകം കൊണ്ടു, പരമനാട്ടിൽ പുതുകം കൊണ്ടു, പ്രേമനിധിയെ കാണുക തെന്നിധി, പ്രേമനിധിയെ കാണുക തെന്നിധി, ഏറെയാമോ നാളിനിയും യേശുവേ കാണുക എന്നെ
പ്രിയപ്പെട്ടവരും ഫ്യൂണറൽ സർവീസോട് കണ്ടിട്ട് പോകാമെന്ന് ഓർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഈ ഉച്ചയായ സമയത്തും ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്ത എല്ലാ കൃപകൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശേഷ പ്രിയ ഉടിയച്ചായന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരളവിൽ മാത്രം ഞങ്ങൾ അറിയുന്നു, എന്നാൽ നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ ബലപ്പെടുത്തി എന്നുള്ളതിനായിട്ട് സ്തോത്രം. അനേകമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. സ്ത്രീകൾക്ക് മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. കർത്താവെ, അവിടുന്ന് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാകയാൽ സ്തോത്രം. അനേക കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അനേക ദുഃഖത്തിന്റെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പിതാവിന്റെ സ്നേഹം ഒരു വ്യക്തി കർത്താവെ തനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അതൊക്കെ സ്വർഗത്തിലെ ദൈവം ഒരു പിതാവായിട്ട് നിന്ന് അവിടുന്ന് നടത്തി എന്നുള്ളതിനായിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ സാക്ഷികളായിട്ടിരിക്കുന്നവരുമാണ് എന്നുള്ളത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതിനായിട്ട് സ്തോത്രം. പ്രിയസാരമമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയദാസിയെ ഓർക്കണമേ. പ്രിയദാസന്റെ എല്ലാ അവസ്ഥയിലും തക്കതായ തുണയായിട്ട് എടുക്കുന്നു. കർത്താവെ, ഈ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ അനാരോഗ്യത്തിന്റെ അവസ്ഥയിൽ അവിടുന്ന് താങ്ങുകയും കരുതുകയും ചെയ്യണമേ. കർത്താവെ, കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടേവരോടും തുടർന്നുള്ള ശുശ്രൂഷയോടും കൂടെ ഈ ഭവനത്തോടും കൂടെ ഇരിക്കണമേ എന്നപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിക്ക്, നമ്മുടെ സമയം വൈകിപ്പോയിട്ടുണ്ട്. അന്ത്യചുംബനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവര് ചുംബനം കൊടുത്തിട്ട് മാറുകയും ആ ഗഡ്ബോഡി പുറത്തേക്ക് കൊണ്ടുവന്ന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. ദയവായിട്ട് ആളുകൾ കൂടുതൽ നിൽക്കരുത്. വഴി
വഴിസഭയിൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നിർവാഹമില്ലാതെ വരും. ചുമനം ചെയ്തിട്ട് മാറുക ദയവായി. കൊടുത്താലൊന്ന് മാറി കൊടുത്താട്ടെ പെട്ടെന്ന് പെട്ടെന്ന്. ഡെഡ് ബോഡി സെമിറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ്. അതിന് മുൻപിൽ സഹോദരന്മാർ പ്രത്യാശ ഗാനങ്ങൾ പാടി സെമിറ്ററിയിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ആംബുലൻസിന്റെ മുൻപിൽ നിന്ന് പാടണം. കഴിഞ്ഞവരൊക്കെ മാറിക്കോ. സൈഡ് ഉസ്താന്റെ കൈ വരുന്ന കാരണം ഒന്നും കിട്ടുന്നില്ല. കണ്ടവരെ ചുമ്മനം കൊടുത്തവരെ ചുമ്മനം കൊടുത്തവരെ മാറിക്കായിരുന്നു. കൊടുക്കട്ടെ, ഇത്ര കരയട്ടെ, ഇത്ര കരഞ്ഞോട്ട് കുഴപ്പമില്ല, ഇത്ര കരഞ്ഞോട്ടെ. അമ്മച്ചോട്ട് മാറ്റി എഴുതിക്കാം, മാറ്റി എഴുതിക്കാം. ദൈവം മാറി കൊടുക്കണേ. എന്റെ യാത്ര തീരുവാൻ
കാരണം മേളിലോട്ട് തള്ളുന്നല്ലേ. എനിക്കുണ്ടോ സ്വർഗത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവമാരോദിശയിൽ ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവമാരോദിശയിൽ ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. ശവസംസ്കാര ശുശ്രൂഷയുടെ അന്തിമ രംഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ബന്ധത്തിൽ നാം വ്യാപൃതരായിരുന്നു. ദൈവമായ കർത്താവ് ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇവിടെ ഒരു ദീർഘസമയം ശുശ്രൂഷയ്ക്കായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസത്തിന്റെ മധ്യാഹ്നം കഴിഞ്ഞ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ അച്ചായന്റെ അവിടുത്തെ ദാസന്റെ ഭൗതിക ശരീരത്തിന്റെ സംസ്കരിക്കുവാനുള്ള അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ ഇത്രത്തോളം എത്തിച്ചേരുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ അനുകൂല സാഹചര്യം തന്നതിനായ സ്തോത്രം. കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ ആശ്വസിപ്പിക്കുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു തരുന്നത് ഈ വിശുദ്ധ വചനമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. നമ്മെ ധൈര്യപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ മറ്റൊന്നിനും നമുക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുവാൻ കഴിയുന്നതല്ല. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ് തലവാചകം. ആ 4 തലമുറയെ നാം എടുത്തു പഠിച്ചാൽ അവർക്കെല്ലാവർക്കും സങ്കേതമായിരുന്നത്, അഭയസ്ഥാനമായിരുന്നത് ഈ അനാദിയായും ശാശ്വതമായ ദൈവമാണ്. പുതിയ ശരീരം നാം പൊടിയിലേക്ക് തീക്ക് വെക്കുവാൻ പോകുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക്
മുൻപാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, ശ്രദ്ധിക്കുക, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ, പാപത്തിൽ മരിച്ചവരല്ല, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രയോറിറ്റി മരിച്ച വിശുദ്ധന്മാർക്കാണ്. കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി ഒത്തിരി അധ്വാനിച്ചു, അതെല്ലാം നമ്മൾ കേട്ടു. എന്നാൽ ആ അധ്വാനം ഒന്നും വ്യർത്ഥമല്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ അതിന് നിറച്ച് തികച്ച പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു നമുക്കൊരു പ്രബോധനം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പരമപിതാവാം ദൈവമേ, ഈ ദിവസത്തിന്റെ ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയത്തും ഈ സെമിത്തേരിയുടെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ കേൾക്കുവാൻ, കേൾപ്പിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ അവിടുന്ന് ഇടയാക്കിയതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എന്റെ മകനെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്തോത്രം. അത് പിന്തുടരുവാൻ തക്കവണ്ണം മക്കൾക്കും കൊച്ചുമക്കൾക്കും കർത്താവേ വിശ്വാസികളായ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ തിരുവനന്തപുരം പ്രാർത്ഥിക്കുന്ന ഫൈനൽ അത് കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് മാറി നിൽക്കണേ. ചുമ്മനം കൊടുത്തവർ ആ ഭാഗത്ത് മാറി നിന്നെങ്കിലേ അങ്ങോട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നവരും ഇതൊന്ന് ടേൺ ചെയ്ത് വെക്കേണ്ടി വരും. മാറി ഇവിടെ വെക്കണ്ട. അവിടെ ആരെങ്കിലും പിള്ളേരെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞെങ്കിൽ നിയമങ്ങളൊക്കെ ചെയ്തു. അത് ഇതിന് ശേഷമായി ഓക്കെ. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞോ? തമ്പിയും പോയി ആരും പിടിക്കണ്ട. കാണാൻ നോക്കുമ്പോ ഇനി അച്ചാജ് കിടന്ന് ആചാരം പറയാതെ തമ്പി ഒന്നും ഹെൽപ്പ് ചെയ്തേ. പണി ഇനി പണി അവരെല്ലാം മാറാൻ പറയും. ഇവിടെ
നിങ്ങളുടെ ഏതെങ്കിലും ചെയ്തു നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും ഈ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ വരവ് വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.